സക്കറിയ ഒന്നും നിന്നേ. ധൃതിയുണ്ട? സ്വല്പം ധൃതിയുണ്ട്. എനിക്ക് ധൃതിയില്ല. എന്താ പോലീസ് ചേട്ടാ? ഇന്ന് എത്ര തീയതി? 1-ാം തീയതി. എന്താ വിശേഷം? നല്ല വിശേഷം ചേട്ടാ. നിന്റെ വിശേഷം അല്ല ചോദിച്ചത്, ഇന്നത്തെ തീയതിയുടെ വിശേഷ. തീയതി അത് അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാള്. അതൊന്നല്ല. എന്താ? വാടകയല്ലേ? തരാം. തന്നേക്കൂ. തരാം. തന്നേക്കൂന്ന്. ഇപ്പൊ ഇല്ല, നാളെ തരാം. ഇന്ന് എനിക്ക് ശമ്പളം കിട്ടിയില്ല. 1-ാം തീയതി ചോദിച്ചാൽ ശമ്പളം കിട്ടിയില്ല എന്ന് പറയും. 2-ാം തീയതി ചോദിച്ചാൽ കിട്ടിയത് മുഴുവൻ തീർന്നു എന്ന് പറയും. ഇതിന്റെ ഇടയിൽ ചോദിക്കാന്ന് വെച്ചാൽ ഒരു തീരുവില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും നാളെ തരാം. അങ്ങനെ തരാന്ന് പറഞ്ഞോണ്ടായോ? ഒരു പോർഷനിലാണെങ്കിൽ താമസക്കാരില്ല. നിന്റെ വാടകയും കിട്ടാണ്ടായ ഞാൻ എങ്ങനെ ജീവിക്കാ? ഓ പിന്നെ പൗലോസിയത്തിന് ഞങ്ങളുടെ നക്കാപ്പിച്ച കിട്ടിയിട്ടുണ്ടേ ജീവിക്കാൻ. ഒരു ഭാര്യ ഉള്ളതാണേലും ദുബായിൽ, 2 മക്കളുള്ളതാണേലും അത് ദുബായിൽ. പൗലോസിയത്തിന് ഇപ്പൊ എന്തിന്റെ കുറവാ? മോനെ എന്തോ സുഖിപ്പിക്കല്ലേട്ടാ. എന്താ സുഖിപ്പിക്കണ്ടെന്ന്? നിന്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കടുംപിടുത്തം പിടിക്കണില്ല. ഇപ്പൊ എനിക്ക് വാടകയും വേണ്ട. വാടക നാളെ രാവിലെ തന്നാ മതി. ഇനി വാടക ഇല്ലെങ്കിലും പോട്ടെ. വീട് കാലിയാക്കി തന്നാലും മതി. ചെല്ലേട്ടാ. പശുവിന് സാലറിയിൽ ബാക്കിയുള്ള ഇങ്ങെടുക്ക്. അയാളുടെ വാടക കൊടുത്ത് തുലച്ചേക്കാം. ബാക്കിയൊന്നുമില്ല. ഒന്നുമില്ലേ? അത് ഞങ്ങളുടെ ആനുവൽ ഡേക്ക് 500 രൂപ സംഭാവന കൊടുത്തു. 500 രൂപയോ? വല്ല 5 10 കൊടുക്കാനുള്ളതെന്ന്? ഞാൻ 51 എഴുതിയുള്ളൂ. അപ്പൊ അവളാ കയറി 501 പറഞ്ഞു. ഏതവള്? ആ അശ്വതി തന്നെ, അല്ലാതാരാ? അവള് 501 പറഞ്ഞപ്പോ ഞാനും 501 ആക്കി. അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട. നിന്നെ കൊച്ചാക്കിട്ട് എന്തിനാ? അവക്ക് എടുത്തോണ്ട് നടക്കാനോ? പണ്ടാരൊടങ്ങാനായിട്ട്. ഹലോ, ഇവിടെ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് കേട്ടു. ഇതാണോ? അതെ, ഈ ഭാഗം. ഈ പണ്ടാറം മനുഷ്യനെ കിടച്ചോർക്കില്ലെന്ന് വെച്ചാൽ എന്തത്? എന്താന്ന് ബെല്ലടിച്ച് വിളിക്കുക? അല്ല, ആരാ? ഞാൻ ഡോക്ടർ ബാലു. ഡോക്ടർ ബാലു? എന്താ പറയാ? ഞാൻ പുറത്ത് നോക്കിയല്ലേ. വിവരങ്ങൾ പറഞ്ഞാ മതിയോ അതോ കാണണോ? അല്ല, ഒന്ന് കാണാതെ എങ്ങനെ? എനിക്ക് മടിയുണ്ടായിട്ടല്ല. ഇവിടെ നോക്കി, ഇതിന്റെ ഉള്ളിൽ. അയ്യേ, ഇതെന്താ എന്നെ കാണിക്കുന്നത്? അപ്പൊ ഡോക്ടർ ഇത് കാണാൻ വന്നതല്ല? അയ്യോ, ഞാൻ ഈ വീടൊന്ന് കാണാൻ വേണ്ടി വന്നതാ. അത് ശരി, സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഡോക്ടർ ആണെന്ന് കരുതി അല്പം ഒന്ന് ബഹുമാനിച്ചു പോയി. ക്ഷമിക്കണം കേട്ടോ. അപ്പൊ വീട് വാടകയ്ക്ക് എടുക്കാൻ വന്നതല്ലേ? അതെ. അത് ശരി, വീടില്ല കേട്ടാ, വീടില്ല. അല്ല, ഇവിടെ ഒരു വീട് ഒഴിവുണ്ടെന്ന് അറിഞ്ഞു. അറിഞ്ഞത് നേരാ. അത് ഇതല്ല, അപ്പുറത്തെ പോർഷൻ. അത് മതി, എനിക്ക് അതാ സൗകര്യം. എനിക്കത് സൗകര്യമായിരിക്കും, പക്ഷെ എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? അതെന്താ? പരിചയമില്ലാത്തവർക്ക് ഞാൻ വീട് കൊടുക്കില്ല. അതെന്നെ. പരിചയമില്ലാത്തവർക്ക് വീട് കൊടുക്കരുത്, അത് നല്ലതാ. പക്ഷെ നമ്മൾ തമ്മിൽ ഇത്രയും പരിചയം ആയ സ്ഥിതിക്ക് ഈ പരിചയം പോരാ. പോരെ? തീരെ പോരാ. അല്ല, വീട് കിട്ടിയതിന് ശേഷം കൂടുതൽ പരിചയപ്പെടാം. അപ്പൊ ഡോക്ടർ പോവല്ലേ? ശരി. അല്ല, ഞാൻ വേണമെങ്കിൽ മുറി ഒന്ന് നോക്കാം. വേണ്ട, അവനവൻ തന്നെ നോക്കിയാൽ മതി. ശരി ശരി. കാലത്ത് തന്നെ മനുഷ്യന്റെ ഉറക്കം കടത്താൻ വേണ്ടി ഇറങ്ങിക്കോളൂ. സക്കറിയ, ബാലു, നീ ഇവിടെയാണോ താമസിക്കുന്നത്? അതെ. നീ എന്താ ഇവിടെ? ഞാൻ ഈ വീട് വാടക കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞിട്ട് അതൊന്ന് നോക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ട്? പരിചയമില്ലാത്തതുകൊണ്ട് വീട് തരാൻ ഹൗസ് ഓണർക്ക് ഒരു ബുദ്ധിമുട്ട്. അത്രേ ഉള്ളോ? നീ വാ. ഇവനെന്റെ ഫ്രണ്ടെന്ന് പറഞ്ഞ 10-20 കൊല്ലക്കാലം ഞങ്ങൾ ഒരു പാത്രത്തിലുണ്ട്, ഒരു പായിൽ കിടന്നുറങ്ങി, ഒരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞിരുന്നവരാ. അത് ശരി. അപ്പൊ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് വലിയ ദാരിദ്ര്യമായിരുന്നു അല്ലേ? പൗലോസേട്ടൻ ഇങ്ങനെയാ, വലിയ തമാശക്കാരനാ. മോനെ സക്രിയ, എന്താ സുഖിപ്പിക്കില്ല കേട്ടാ. എന്താ? ഇല്ല, സൂപ്പിയില്ല. നിന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഇയാൾക്ക് ഞാൻ വീട് കൊടുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ. വാടകയുടെ കാര്യത്തിൽ പേടിക്കണ്ട. ഇവൻ തന്നില്ലെങ്കിൽ ഞാൻ തരാം. അതല്ല കണ്ടീഷൻ.
നീ വാടക തന്നില്ലെങ്കിൽ ഇയാൾ വാടക തന്നെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വീട് കൊടുക്കാം. അതെ, ഇത് തമാശയല്ല. ഓക്കെ ആണോ? ഓക്കെ. എനിക്കൊക്കെ. അവിടെ എന്നാ എനിക്കും ഓക്കെ. എന്താ? എന്നാലും ഇത്രയും വർഷം നീ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ. സിറ്റിയിലല്ല, ഞാൻ ഇവിടുന്ന് 10-40 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. എടവനക്കാടെന്ന് പറയും. പിന്നെ ഡിസ്പെൻസറി വിട്ട് ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. എന്തിനാ അവിടുന്ന് ഇപ്പൊ മാറുന്നത്? അത് കാര്യമുണ്ട്, പറയാം. അല്ല, എന്താന്ന് പറഞ്ഞില്ല. വേറൊന്നുമില്ല, പേഷ്യൻസിന്റെ ഭയങ്കര ശല്യം, ഒരു റെസ്റ്റ് ഇല്ല. നിന്റെ അടുത്ത് തന്നെ വീട് കിട്ടിയത് ഏതായാലും നന്നായി. എന്റെ മിസ്സിസിനും അതൊരു ആശ്വാസമാവും. ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ അവൾക്കൊന്ന് സംസാരിക്കാൻ പോലും ഒരാളില്ല. എന്റെ അടുത്താണെങ്കിൽ സംസാരിക്കാനുള്ളത് മുഴുവൻ ഓഫീസിലെ കാര്യങ്ങളാ. അവളുടെ കൂടെ ഒരുത്ത് ജോലി ചെയ്യുന്നുണ്ട്, ഒരു ഭദ്രകാളി. അവളെ കുറിച്ചുള്ള പരാതികളാണ് എപ്പോഴും. ഇതേ സിറ്റുവേഷൻ തന്നെയാ എനിക്കും. എന്റെ മിസ്സിന്റെ കൂടെ ഒരുത്തി ജോലി ചെയ്യുന്നുണ്ട്, ഒരു യമകാളി. അവളെ പറ്റി കേട്ട് കേട്ട് എന്റെ ചെവിക്കല്ല് തകർന്നിരിക്കുക. അപ്പോ 5-8 വർഷം കഴിഞ്ഞുള്ള നമ്മുടെ ഈ കൂടിച്ചേരലുകൊണ്ട് നമ്മുടെ ഭാര്യമാർക്കും ഓരോ കൂട്ടുകാരെ കിട്ടി. അതോടെ നമ്മുടെ തലയ്ക്ക് അല്പസൂര്യവും കിട്ടും. ഇതാണ് പൗലോസേട്ടൻ, ഇതെന്റെ മിസ്സിസ്. ഇന്ന് തന്നെ താമസം തുടങ്ങില്ല. താമസം 1-2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. അതിനു മുമ്പ് നാട്ടിലൊന്ന് പോണം. എവിടെയാ നാട്? നാട് പ്രോപ്പർ തിരുവനന്തപുരം അല്ല, എന്നാലും തിരുവനന്തപുരം. രണ്ടുപേരും തിരുവനന്തപുരത്താരാ? അതെ. പ്രേമവിവാഹം? അതെ, പക്ഷെ വിവാഹം കഴിഞ്ഞിട്ടാണ് പ്രേമം തുടങ്ങിയത്. എന്താ? ഒന്നുമില്ല. എന്നാ ചാവി. സെക്രട്ടറി മിസ്സസ് ഒന്നും വന്നില്ലേ? ഇല്ല, അവരൊക്കെ വരാൻ സമയമാവണല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കട്ടെ. നിങ്ങൾ എന്തിനാ ഇറക്കി വെക്കണേ? അതിനല്ലേ അവര് നിൽക്കണത്. നോക്കി നിൽക്കാതെ അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചേ. അപ്പൊ ഞാൻ മുകളിലേക്ക്. അയ്യോ വേണ്ട ഏട്ടാ, അതിന്റെ മുകളിൽ അവര് കയറിക്കോളും. ഞാൻ അതിന്റെ മുകളിലേക്ക് കയറുന്ന കാര്യമല്ല പറഞ്ഞത്, എന്റെ വീടിന്റെ മുകളിലേക്ക് കയറുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി 100 കൂട്ടം പണിയുണ്ട്. കഞ്ഞി അരക്കണം, ചമ്മന്തി വെക്കണം. അല്ല, കഞ്ഞി വെക്കണം, ചമ്മന്തി അരക്കണം. വാടക വീടാണെങ്കിലും വലതുകാലം വെച്ച് കയറി. ഇതാണ് ബെഡ്റൂം. നമുക്ക് ഈ കട്ടിൽ ഇവിടെ ഇങ്ങനെ ഇടാം. ഇവിടെ നല്ല കാറ്റ് കിട്ടും. ഇവിടെ കിഴക്കേതാ? ഇവിടെ കിഴക്ക് അല്ല, ഇവിടെ ബാത്റൂം. അവിടത്തെ കിഴക്ക് അവിടെ അല്ലായിരുന്നു. ഇവിടുത്തെ കിഴക്ക് നമുക്ക് പൗലോസേട്ടനോട് ചോദിക്കാം. അടുക്കള എവിടെയാ? അടുക്കള ഇവിടെ. എങ്ങനെയുണ്ട്? കൊള്ളാം. ബാലോട്ടിന്റെ സെലക്ഷൻ ഇല്ലേ? എങ്ങനെയാ മോശമാവുന്നത്? എനിക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം തനിക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയാം. ഒഴിച്ചിറങ്ങണേ. നല്ല പാർട്ടിയാ. നീ നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ ഇറങ്ങിയതാ. ഇതിനെ സ്കൂളിൽ നിന്നും ഇതിനെ ഡേ കെയറിൽ നിന്നൊക്കെ വിളിച്ചോണ്ട് വരണ്ടേ. പിന്നെ എന്റെ വണ്ടി ഇത് രാമമാർക്ക് വണ്ടിയാ. ഞാൻ ഇവരൊന്ന് സഹായിക്കട്ടെ. ഒഴിച്ചിറങ്ങണേ, അത് പൊട്ടിക്കല്ലേ. അങ്ങോട്ട് വെച്ചേക്കും. പതിയെ ഇറക്കണം. അയ്യോ സൂക്ഷിച്ച്, അത് പോരണം. അവ ഞാനത് മിസ്സിനെ പരിചയപ്പെടുത്താം. അതിനൊക്കെ സമയമുണ്ടല്ലോ. ആദ്യം ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കാം. ഞാൻ കൂടെ പിടിക്കാം. അതൊക്കെ വെച്ചു, തലയിലോട്ട് വെച്ചു. ഇങ്ങനെ കണ്ണു മൂക്കില്ലാതാണ് ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഞാൻ അത് ഇത് അത് മോളിൽ കൊണ്ട് വെച്ചേക്ക്. പഴയ പോയ സോഫ എടുത്ത് ഇതെന്ത് പണിയാ കാണിച്ചു വെച്ചിരിക്കുന്നത്? സോഫ കൊണ്ട് നടുവഴി വെച്ചിട്ടാണ് പോകുന്നത്. അല്ല, കൂലി പറയുമ്പോഴുണ്ടായിരിക്കുന്ന ആവേശം കുറച്ചെങ്കിലും പണിയെടുക്കുമ്പോഴും കാണിക്കണം. അശ്വതി, നീ ആരോടെ? അതെ, മേരി, ഇത് എന്റെ വൈഫ്. നമസ്കാരം. ഇത് യവന്റെ വൈഫ്. ഇത് യവൻ, ഇത് ഞാൻ. ഇത് സക്കറിയ. മേരിയുടെ ഹസ്ബൻഡ് ആണോ? പിന്നെ താനെന്താ വിചാരിച്ചത് കൂലിപ്പണിക്കാരനാണെന്നോ? അങ്ങനെ കൂലിപ്പണിക്ക് പോകേണ്ട ഗതിയോടൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. അയ്യോ ഞാൻ അതല്ല. 1 മിനിറ്റ്. എന്റെ ഈശ്വര, ഈ പിശാച് ഇവിടെയാണോ താമസിക്കുന്നത്?